വെൽക്കം ബാക്ക് ടു ഗുഡ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ വ്ളോഗാണ് ചെയ്യാൻ പോണേ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് ഡിന്നർ വരെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ ആയിരിക്കുള്ളൂ നമ്മൾ ആ ദിവസം നല്ല പോസിറ്റീവായിട്ടിരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോം മേക്കേഴ്സ് എപ്പോഴും കിച്ചണിൽ നിന്ന് തന്നെയല്ലേ ആ ഒരു ദിവസം തുടങ്ങുക. തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെ ആ ദിവസം തുടങ്ങാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. കൗണ്ടർ ടോപ്പെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് സിങ്കിൽ പാത്രങ്ങളൊന്നും ഇല്ലാതെ അതെല്ലാം കഴുകി മാറ്റി വേസ്റ്റും ഒന്നും വയ്ക്കാതെ എല്ലാം വേസ്റ്റ് ബിന്നെല്ലാം പുറത്ത് എല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കിയിട്ടിട്ട് പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡും നല്ല പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചപ്പാത്തിയും പൊട്ടറ്റോ മസാലയാണ്. നമ്മുടെ കയ്യിൽ തേങ്ങ തീർന്നു പോയായിരുന്നു. അപ്പോൾ തേങ്ങ വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചപ്പോൾ എന്നാൽ പൊട്ടറ്റോ മസാലയും ചപ്പാത്തി ആകുമ്പോൾ തേങ്ങ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഡിസൈഡ് ചെയ്തതാണ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. പാറുക്കുട്ടിക്കാണെങ്കിൽ ഇത് രണ്ടും നല്ല ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനില്ല അവൾക്ക് എന്ത് കൊടുക്കുമെന്ന്. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ചപ്പാത്തി മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചു. എന്നിട്ടാണ് ചായ ഉണ്ടാക്കിയത്. അപ്പോൾ ചപ്പാത്തി മാവ് ഒന്ന് ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ഒന്ന് സോഫ്റ്റായി കിട്ടുമല്ലോ. ആ ചായ കുടിച്ച് അതിന് ശേഷമാണ് പിന്നെ പൊട്ടറ്റോ റെഡിയാക്കിയൊക്കെ എടുത്തത്. സാധാരണ ഞാൻ എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ചായ കുടിക്കുകയുള്ളൂ. നേരത്തെ സൈച്ചേട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമെങ്കിലും പക്ഷെ ഇന്നെന്തോ ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ഞാൻ ഇപ്പം തന്നെ ചായ ഒരെണ്ണം എനിക്കും കൂടെ എടുത്തിട്ട് കുടിക്കുവാണ് കേട്ടോ. അതിപ്പോൾ ഷൈച്ചേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി ഒരു കപ്പിൽ എടുത്ത് ഞാൻ എനിക്കും കൂടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അങ്ങ് കുടിച്ച് തീർക്കും. അങ്ങനെ പൊട്ടറ്റോ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുവാണ്. ക്യാരറ്റ് ഒരെണ്ണം ഇടുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മൾ കറിയാക്കാൻ പോവാം കേട്ടോ. ഈ പൊട്ടറ്റോ കറി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. പൂരി ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാട്ടോ. ഇത് ഗ്രേവി ആയിട്ടല്ല എടുക്കുന്നതെങ്കിൽ നമ്മൾ മസാല ദോശയുടെ ഉള്ളിൽ വെക്കുന്ന മസാലയുമായി കിട്ടും. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതെല്ലാം തമ്മിൽ. അപ്പോൾ കുറച്ച് വെള്ളവും ഒഴിച്ചു. ഇഞ്ചി പച്ചമുളക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് എരിവിന്. സവോളയും ചേർത്ത് അങ്ങ് കുക്കറിൽ ഒരു 2 വിസിൽ, വേണമെങ്കിൽ 1 വിസിലടിച്ചാലും മതി. 2 വിസിലാകുമ്പോൾ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഉടഞ്ഞു കിട്ടുന്ന പരിവാണ് നമുക്ക് ഏറ്റവും ഈ കറിക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഞാൻ 1 കപ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പൊടിയിലാണ് മാവ് കുഴച്ചിരിക്കണേ. അപ്പോൾ ഏകദേശം ഒരു 8-9 ചപ്പാത്തികളാണ് ഒരു മീഡിയം സൈസിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കിട്ടാറ് കേട്ടോ. നമുക്കത് തന്നെ ധാരാളം. 2 പേരും പിന്നെ ഞങ്ങളുടെ പാറുക്കുട്ടി മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ചില ആളുകൾ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഇതുപോലെ ഈ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുമ്പോഴും നല്ല ഫുൾക്ക പോലെ പൊങ്ങി വരുന്നത് കാണാം കേട്ടോ. പക്ഷേ ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ഫുൾക്ക പോലെ ഒന്നും പൊങ്ങി വരാറില്ല. ചിലപ്പോൾ ചിലതൊക്കെ ഒന്ന് അങ്ങനെ വരാറുണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിലും അങ്ങനെ ഫുൾക്ക പോലെ ആയില്ലെങ്കിൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആട്ടോ എനിക്ക് കിട്ടാറ്. ഞാനെപ്പോഴും ഇത്തിരി ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കാറ്. അതുപോലെ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഇതുപോലൊരു നമ്മുടെ കിച്ചൺ നാപ്കിനും കൂടി ഇട്ടിട്ടാണ് പരത്താറ്. അപ്പോൾ ആ പൊടി വീഴുന്നതെല്ലാം നമുക്ക് ആ നാപ്കിൻ അങ്ങ് കുടഞ്ഞാൽ പൊക്കോളും. കൗണ്ടർ ടോപ്പ് അങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ പകുതി പണി അങ്ങനെ മാറിക്കിട്ടും. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയ സ്ഥലം തുടയ്ക്കൽ വലിയൊരു പണിയാണ്. അപ്പോൾ പണികൾ എളുപ്പമാക്കാനുള്ള കുഞ്ഞു കുഞ്ഞു നുറുങ്ങ് വിദ്യകളൊക്കെ നമ്മളിങ്ങനെ എവിടെ നിന്നെങ്കിലൊക്കെ പഠിച്ചു വയ്ക്കും. അപ്പോൾ അത് അറിയാതെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണേ. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ വറ്റൽമുളകല്ല കരിവേപ്പിലയും കൂടി താളിച്ചിട്ടിട്ട് നമ്മുടെ കറിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുവാണ്. 2 ചപ്പാത്തിയും കറിയൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാൻ പോവാം കേട്ടോ. പാറുക്കുട്ടിയും അങ്ങനെ എഴുന്നേറ്റ് റെഡിയായിരിപ്പുണ്ട്. അവളൊന്ന് ബ്രഷ് ചെയ്യിക്കൽ വലിയൊരു പണിയാണ്. മടിച്ച് കോതയാണ് ബ്രഷ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മതിയായിട്ടുണ്ട് ആൾക്ക്. ചപ്പാത്തി എന്നല്ല എന്ത് സാധനമാണെങ്കിലും കഴിച്ചു കഴിഞ്ഞ് ആൾക്ക് മതിയായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര വർത്തമാനങ്ങളും പിന്നെ താഴെ ഇറങ്ങാനുള്ള ശ്രമവും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരിക്കുള്ളൂ. എന്നാൽ എനിക്ക് മതിയായതാണെന്നൊന്നും പറയില്ല, അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് മതിയോ പാറൂന് എന്നാൽ എഴുന്നേക്കാം എന്ന് പറയുമ്പോൾ ആൾ പറയും മതി, ഇനി വേണ്ട പാറൂനെന്ന് പറയും. ഷൈചേട്ടൻ അത് കഴിഞ്ഞിട്ട് പോയിട്ട് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികൾ ഇതുപോലെ വീക്കെൻഡിലാട്ടോ വാങ്ങിക്കാറ്. ആ സമയത്ത് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കിട്ടുകയും ചെയ്യും. പിന്നെ ഷൈച്ചേട്ടന് പോയി വാങ്ങിക്കാനായിട്ട് എളുപ്പം അത് തന്നെയാണ്.
അപ്പോൾ വീക്ക് ഡേയ്സിലൊക്കെ രാവിലെ ഓഫീസിൽ പോകുന്ന തിരക്കിലൊക്കെ പോയി വാങ്ങിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ച് റെഡിയാക്കി വെക്കും. ഒരാഴ്ചത്തേക്കുള്ളത് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. എനിക്ക് എടുത്ത് കുക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പാറുവിനെയും കൊണ്ട് ഞാൻ പോയി വാങ്ങിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. പിന്നെ പയർ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കണേ. പിന്നെ നമ്മുടെ ചാറ് കറി മുരിങ്ങക്കായും തക്കാളിയും കൂടെ, തക്കാളി മാത്രമല്ല ചെമ്മീനും കൂടി ഇട്ടിട്ടാട്ടോ തേങ്ങ അരച്ച് ചാറ് വയ്ക്കണേ. കുറേ നാളായി ഇങ്ങനെ വെച്ചിട്ട്. നാട്ടിലായിരുന്നപ്പോൾ അമ്മ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ വെക്കും. ചെമ്മീൻ ഇല്ലെങ്കിലും അങ്ങനെ ഒരു കറി ഇടയ്ക്ക് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും കൂട്ടാറുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. എന്തായാലും അങ്ങനത്തെ ഒരു കറി ഇന്ന് പരീക്ഷിക്കുകയാണ്. പിന്നെ ഇതാ ഈ നെറ്റ് ഞാനിവിടെ ചെന്നൈയിൽ വന്നിട്ട് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് മീഷോയിലൊക്കെ അവൈലബിൾ ആട്ടോ. എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പല സൈസിൽ കിട്ടിയായിരുന്നു ആൾക്ക്. അപ്പോൾ നമുക്കിങ്ങനെ ചൂടാറാൻ വെക്കാനായിട്ടൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ ഇതാ നമ്മൾ മല്ലിയില, കരിവേപ്പില ഇതെല്ലാം കഴുകാൻ വേണ്ടിയിട്ട് ഉതിർത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞളും നല്ലോണം ഉപ്പും കൂടി ഇട്ടിട്ട് കുറേ നേരം ഒരു 1/4 മണിക്കൂർ മിനിമം വയ്ക്കും. ഒരു 1.5 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ കഴുകി എടുക്കുള്ളൂ. നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. പിന്നെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കുറച്ച് നാൾ ഇരുന്നോളും. മല്ലിയില ഇങ്ങനെ വെക്കുന്നത് കാരണം ഏകദേശം ഒരാഴ്ചയൊക്കെ നന്നായിട്ടിരിക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞ പടി വെക്കുകയാണെങ്കിൽ മല്ലിയില വേഗം ചീഞ്ഞ മാതിരിയായി പോവും. നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു സ്മെല്ലും ആയി പോവും അതിന്. പിന്നെ ഞാൻ ഫ്രീസറിൽ വയ്ക്കാറില്ല, ഫ്രിഡ്ജിന് താഴെ തന്നെ ആട്ടോ വെക്കണേ. പിന്നെ ഇതാ ചെമ്മീൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാ ഇത്രയും വലിപ്പമുള്ളതാണ്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുതരുന്ന ഒരു ചെന്നൈയിലൊരു സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ കൊണ്ടുതരുന്ന മീനുകൾ നല്ല നല്ല മീനുകളും ആട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുമാണ്. അതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ചെമ്മീനും കൊഴുവയും സ്ക്വിഡും കൂന്തലുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം 1 കിലോയാണ് വാങ്ങിച്ചത്. ചെമ്മീൻ 1 കിലോ എന്ന് പറയുമ്പോൾ തൊണ്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുമ്പോൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ച് ആ ചെമ്മീനാട്ടോ അത്. ഞാൻ കുറച്ചെടുത്ത് മാറ്റിയായിരുന്നു, മൊത്തത്തിൽ ഇട്ടിട്ടില്ല. പിന്നെ ഇതാ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പച്ചമുളക് ഇട്ട് വെച്ചത് കാരണം ഇന്നൊരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് വയ്ക്കാം കേട്ടോ. പക്ഷേ പച്ചമുളക് ഇട്ട് വയ്ക്കുന്ന മെഴുക്കുവരട്ടി ആട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. പച്ചമുളകിൻ്റെ ആ ഒരു എരിവാണ് എനിക്ക് കൂടുതൽ പേഴ്സണലി ഇഷ്ടം. അപ്പോൾ ഒന്ന് വെള്ളം തിളച്ച് കൊടുക്കണം. പയറൊന്ന് ചെറുതായിട്ടൊന്ന് വേവുണ്ടല്ലോ പയറിന്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ പയർ മെഴുക്കുവരട്ടി റെഡി. അപ്പോൾ വെന്തത്തിലേക്ക് നമ്മൾ അരപ്പ് ഒഴിക്കുകയാണ്. തേങ്ങ മാത്രമാണ് കേട്ടോ അരച്ചിരിക്കണേ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ചെമ്മീൻ ഇട്ടുകൊണ്ട് ഞാൻ ജീരകമൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിന് വെള്ളം ജാറൊന്ന് കഴുകി ഒഴിക്കുക. പെട്ടെന്ന് കുറുകുമല്ലോ ഈ കറി. അപ്പം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. എന്നാൽ ഒരുപാട് ചാറായി പോയാലും ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം നോക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ആ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് താളിച്ചിട്ട് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ താളിച്ചിടുമ്പോൾ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി, നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ലല്ലോ, വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ച് ഈ കറിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാട്ടോ. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ശരിക്ക് കിട്ടും. നമ്മളിന്ന് പുറത്ത് പോകാനും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് പണികളൊക്കെ ഫാസ്റ്റായിട്ട് തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വീഡിയോയിലൊന്നും ഞാൻ കാണിച്ചില്ല. ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുക്കാനും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി വേണം എനിക്ക് കുളിക്കാനായിട്ട്. പാറുവിനെയും ഇന്ന് എനിക്ക് കുളിപ്പിക്കാനായിട്ട് രാവിലെ സമയം കിട്ടിയില്ല. അവളെയും കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. അപ്പോൾ മീൻ വറുക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് തൊണ്ടോട് കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മീനിനും ഒരു ഫ്ലേവർ കിട്ടും. ആ വെളുത്തുള്ളി നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാനൊരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. വീണ്ടും നമ്മളിത് ചെയ്ത് നോക്കും. അതെനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ കഴുകി വെച്ച കരിവേപ്പിലയും മല്ലിയിലയും കൂടെ ഞാനൊരു മുറത്തിൽ പേപ്പർ വിരിച്ചിട്ട് അതിൽ നന്നായിട്ട് നിരത്തിയിട്ടിട്ട് ഇതുപോലെ ബാൽക്കണി കൊണ്ടുവയ്ക്കും. അപ്പോൾ കാറ്റൊക്കെ കൊണ്ടിട്ടൊന്ന് ഡ്രൈ ആയിക്കോളും. സന്ധ്യ ആകുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ പോവാം കേട്ടോ. നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്ത് ഒരു സെക്ഷനും കൂടെ ഞാൻ വറുത്തു കേട്ടോ. കുഞ്ഞി ചട്ടിയിലല്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതാ നമ്മുടെ താളിച്ചൊഴിച്ച് വെച്ച കറി ഒന്ന് ഇളക്കി നോക്കാം. നല്ല കുറുകി നല്ല ടേസ്റ്റായിട്ട് നിന്നു കേട്ടോ കറിക്ക്. ഷൈച്ചേട്ടനും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കുറേ നാൾ കൂടി കഴിച്ചത് കൊണ്ടായിരിക്കാമെന്നറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പയറ് മെഴുക്കുവരട്ടിയും ഉണ്ട്.
ഇതുപോലെ നന്നായിട്ട് ഉലർന്നു വരും കേട്ടോ. ഇങ്ങനെ ആ ചട്ടിയിലിരുന്നിട്ട് എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടി കട്ടിയുള്ള ഒരു ചട്ടി തന്നെ ഉണ്ടാക്കണേ. എന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റിന് ശരിക്കും ഉലർത്തിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും. പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് പോകണമല്ലോ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കി വെച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അകത്തേക്ക് വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തുണി വിരിച്ച് രാവിലെ തന്നെ തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുക്കണം. കൂടെ നമ്മൾ പാത്രങ്ങളൊക്കെ ഇതുപോലെ ഞാൻ ബാൽക്കണിയിൽ കമഴ്ത്തി വെക്കും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മുടെ കരിവേപ്പിലയും ഇതെല്ലാം വെച്ചിരിക്കുന്നത് അവിടെ തന്നെ സന്ധ്യ വരെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മളും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാനെടുത്ത് അകത്തേക്ക് വയ്ക്കുകയാണ്. തുണികളും കൂടെ എടുത്തൊക്കെ വെച്ചിട്ട് വേണം എനിക്കിനി റെഡി ആവാനായിട്ട്. അപ്പോൾ റെഡി ആയിട്ട് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇവിടെ ചെന്നൈയിൽ ഒരു കോവളം എന്ന് പറഞ്ഞിട്ട് ബീച്ചുണ്ട്. കോവളം എന്നുള്ള പേര് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കോവളം ബീച്ച്, ചെന്നൈയിൽ ഇപ്പോൾ കോവളം എന്ന് പറഞ്ഞ ബീച്ചുണ്ടോ എന്ന്. അപ്പോൾ ഷൈചേട്ടൻ പറഞ്ഞു ആ കോവളം ബീച്ച് തന്നെയാണ്, ചെന്നൈയിലും ഉണ്ട് ഒരു കോവളം എന്ന്. അങ്ങനെ നമ്മൾ കോവളം ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. പാറു അപ്പോൾ ആ ഒരു പൂവൊക്കെ കിട്ടിയിട്ട് പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അവൾക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്ക് പിന്നെ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണല്ലോ ഓബ്വിയസ്ലി. അപ്പോൾ ആളതൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്. ഈ ചെമ്പകപ്പൂവ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റെഡ് കളറിൽ ചെമ്പകം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളിതാ പോയി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ബീച്ചിൽ വരണേ. ഇതൊരു റോക്ക് ബീച്ചാണ്, ഇങ്ങനെ പാറകളുണ്ട് ശരിക്കും ആ ബീച്ചിൽ. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് ബീച്ചിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഫിഷ് നമുക്കിവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കിട്ടും കേട്ടോ. ഫിഷും പിന്നെ ഞണ്ട്, ചെമ്മീൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അവരിങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ തവയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് റെഡിയാക്കി തരും. ആ വലിയ മീനുകളില്ലേ വട്ടത്തിലിരിക്കുന്ന, അത് ഇങ്ങനെ വജ്രം, അതായത് നമ്മുടെ നെയ്മീനൊക്കെ ഇല്ലേ അതൊക്കെയാണ്. പിന്നെ വലിയ ഒറ്റ മീനുകളായിട്ടുണ്ട്, വറ്റയോ അങ്ങനെ എന്തൊക്കെയോ മീനുകളൊക്കെയാണ്. ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല, ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു കേട്ടോ. നമ്മൾ സീ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മുടെ വീട്ടിൽ മിക്കവാറും സീ ഫുഡ് തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ സീ ഫുഡ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സീ ഫുഡ് എന്ന് പറയുമ്പോൾ വളരെ ക്ലീനിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് സീ ഫുഡ് കഴിക്കൽ വളരെ കുറവാട്ടോ. പിന്നെ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പാറുമ്മയും ഐസ്ക്രീമിൻ്റെ ആളാണല്ലോ, അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ബീച്ചൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഒന്ന് കാലൊക്കെ നനച്ച് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഇന്നലെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ബീച്ചിൽ. ഇപ്പം നമുക്ക് ചെന്നൈയിൽ ഇപ്പോൾ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ മാളുകളും ബീച്ചുകളുമാണ്, ചൂട് തുടങ്ങിയതുകൊണ്ട്. ബീച്ചിലും അത്യാവശ്യം തിരക്കുണ്ടാവും, എല്ലാ മാളുകളിലും ഇനി തിരക്ക് കൂടും, കാരണം ചൂട് കൂടി തുടങ്ങി ഇവിടെ. അപ്പോൾ എല്ലാവരും ബീച്ചിൽ വന്നിട്ട് നല്ല എൻജോയ് ചെയ്യുന്ന കാഴ്ചകളാട്ടോ കാണാനായിട്ട്. ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തേനേക്കാളും ബീച്ചിൽ പോകാനായിട്ട് എല്ലാവർക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കുള്ളൂ. അതുമല്ല എല്ലാവരും ബീച്ചിൽ വന്ന് നന്നായിട്ട് നനഞ്ഞ് കുളിക്കുന്ന കാണാം. അതുകൂടാതെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഒരു ഷീറ്റൊക്കെ കൊണ്ടുവന്ന് അവിടെ വന്നിരുന്ന്, അതിവിടെയല്ല കേട്ടോ, മെറീന ബീച്ചിലും ബസന്റ് നഗറിലൊക്കെയാണ്, അവിടെ വന്നിരുന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ഒരു ഫാമിലി മൊത്തം ഇരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകുന്നത് നമ്മൾ കാണാറുണ്ട് കേട്ടോ ചെല്ലുമ്പോൾ. അങ്ങനെ എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലുമാണ്, മിക്കവരും ഇതുപോലെ ഫോട്ടോഷൂട്ടാണ് അവിടെ നടത്തണേ. പിന്നെ നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ കുറച്ച് നേരം നിന്ന് കാലൊക്കെ നനച്ചു. പാറു അത്യാവശ്യം നനഞ്ഞു കേട്ടോ. പിന്നെ ഇവിടുത്തെ തിരകൾ പെട്ടെന്ന് അങ്ങ് ഭയങ്കരമായിട്ട് മേത്തേക്ക് അടിച്ചു കയറുന്ന പോലെ തിരകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറു അത്യാവശ്യം നനഞ്ഞായിരുന്നു. പാറുവിൻ്റെ കഴുത്ത് വരെയൊക്കെ വെള്ളം തെറിച്ചു. അത് കഴിഞ്ഞിട്ട് പാറുവിനെ ഞാൻ നനഞ്ഞ പടി എടുത്തുകൊണ്ട് പോരുക കേട്ടോ ചെയ്തത്. ചെരുപ്പും ബാഗും ഒക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം നിന്നു. ബീച്ചിൽ പോകുന്നത് തന്നെ ശരിക്കും ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടല്ലേ. നമ്മളവിടെ ചെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കാമാവുന്നത് എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തനിയെ പോയിട്ട് ആ തിരകളിങ്ങനെ കാലിൽ വന്ന് അടിച്ചിങ്ങനെ അങ്ങനെ അത് ഒന്ന് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒന്ന് ഭയങ്കര കാമാവാനൊക്കെ തുടങ്ങുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ അടുത്തൊരു ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിക്കാൻ കയറിയപ്പോൾ അവിടെ ഇതുപോലെ കോളിഫ്ലവർ പക്കോട കണ്ടപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാട്ടോ. എനിക്കൊരു ദിവസം ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി
അത് കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ രാവിലത്തെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച കറികളൊക്കെ ഉണ്ടായിരുന്നു, മീൻ വറുത്തത് ഒഴികെ. അപ്പോൾ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കി നമ്മൾ ഡിന്നർ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.